ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ട ശാലോം ടെലിവിഷൻ പ്രേക്ഷകരെ, യേശുനാമത്തിൽ അഭിവാദ്യങ്ങൾ. ഇന്ന് നമ്മൾ ചിന്താവിഷയമായിട്ട് എടുത്തിരിക്കുന്നതും ഒരു ദൈവവചനമാണ്. മർക്കോസ് 4:24. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും കിട്ടും. ഇതേ വചനം മത്തായി, ലൂക്ക സുവിശേഷകന്മാരും ആവർത്തിച്ചിട്ടുണ്ട്. ഈ വചനം വ്യക്തമാക്കുന്ന 2 ബൈബിൾ ഭാഗങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. അതായത്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, അതിലും കൂടുതലും കിട്ടുമെന്ന ആ വചനം സത്യമാണെന്ന് നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്താൻ സഹായിക്കുന്ന 2 ബൈബിൾ സംഭവങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. ഒന്നാമത്തെ സംഭവം ഉൽപ്പത്തി പുസ്തകം 25 മുതൽ 33 വരെ അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സംഭവം തോബിയാസിൻ്റെ പുസ്തകത്തിലെ വിവിധ അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ സംഭവം ഉൽപ്പത്തി 25 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ വിവരിച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം, അബ്രാഹത്തിന് മക്കളില്ലാതിരുന്ന് വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണ് ഇസഹാക്ക്. ഈ ഇസഹാക്കിനും വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതിരുന്നു. അങ്ങനെ ഇസഹാക്ക് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ റബേക്കയ്ക്കും 2 ഇരട്ട മക്കളെ കിട്ടിയത്. മൂത്തവൻ്റെ പേര് ഏസാവ്, ഇളയവൻ്റെ പേര് യാക്കോബ്. ഈ ഏസാവ് ചുവന്ന നിറമുള്ളവനും ശരീരം മുഴുവൻ രോമമുള്ളവനുമായിരുന്നു. യാക്കോബ് ഒരു സാധാരണ മനുഷ്യനുമായിരുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസഹാക്ക് അന്ധനാകുന്നത്. പ്രായം കൊണ്ടും അസുഖം കൊണ്ടുമൊക്കെ അന്ധനായി, കാഴ്ചശക്തി പോയി. അപ്പോൾ ഇസഹാക്ക് മൂത്ത മകൻ ഏസാവിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വയസ്സായി, എന്നാണ് മരിക്കുക എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നീ വേട്ടയാടി കാട്ടിറച്ചി കൊണ്ടുവന്ന് എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എൻ്റെ മുമ്പിൽ വിളമ്പുക. അത് ഭക്ഷിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഏസാവ് ഈ വാക്ക് കേട്ട് വേട്ടയാടാൻ പോയി. ഏസാവിനോട് ഇസഹാക്ക് ഈ വാക്ക് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ റബേക്ക കേട്ടിരുന്നു. അപ്പോൾ റബേക്ക ഏസാവ് വേട്ടയാടാൻ പോയി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകൻ യാക്കോബിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, മകനെ, എൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക. നീ പോയി ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അത് അപ്പന് ഇഷ്ടപ്പെട്ട രീതിയിൽ പാകം ചെയ്യുക. എന്നിട്ട് നീ അത് അപ്പനെ കൊണ്ട് വിളമ്പി അപ്പൻ്റെ അനുഗ്രഹം വാങ്ങുക. അപ്പോൾ യാക്കോബ് അമ്മയോട് ചോദിച്ചു, അവൻ്റെ ശരീരം മുഴുവൻ രോമമുണ്ട്, എനിക്കങ്ങനെ ഇല്ല. അപ്പം അപ്പൻ ശരീരത്തെ തൊടുമ്പോൾ അറിയില്ലേ, ആള് മാറുമെന്ന് അറിയില്ലേ? അപ്പം അമ്മ അതിന് പരിഹാരം പറഞ്ഞു, അവൻ്റെ ഉടുപ്പ് നീ ഇടുക, എന്നിട്ട് ആടിൻ്റെ തോല് കൊണ്ട് നിൻ്റെ കഴുത്തും കൈകളും എല്ലാം വെച്ച് കെട്ടുക. അപ്പൻ അന്ധനാണ്, നിന്നെ തൊട്ട് നോക്കത്തേ ഉള്ളൂ. കഴുത്തിലും കയ്യിലുമൊക്കെ തൊടുമ്പോൾ ആട്ടുരോമത്തെ തൊടും, അപ്പൻ ചേട്ടനാണെന്ന് വിചാരിക്കും, പ്രശ്നമില്ല. അങ്ങനെ അമ്മ മകനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രെയിൻ വാഷ് ചെയ്ത് നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് അഥവാ ബോധ്യപ്പെടുത്തി ആടിനെ കൊന്ന് ഭക്ഷണം പാകം ചെയ്യിച്ച് ചേട്ടൻ്റെ ഉടുപ്പിടിച്ച് ആട്ടിൻതോല് വെച്ച് കെട്ടി
ഈ ഇറച്ചിയുമായി അപ്പൻ്റെ അടുത്തേക്ക് എത്തി. അപ്പനെ തീറ്റിച്ചു. അനുഗ്രഹിക്കാൻ പോകുന്നതിന് മുമ്പ് അപ്പനൊരു സംശയം. അപ്പൻ പറഞ്ഞു, സ്വരം കേട്ടിട്ട് യാക്കോബിൻ്റെത് പോലെ ഇരിക്കുന്നു, പക്ഷെ തൊട്ട് നോക്കിയിട്ട് ഏശാവിൻ്റെത് പോലെ ഇരിക്കുന്നു. സംശയം തോന്നിക്കാണും. ഏതായാലും അദ്ദേഹം യാക്കോബിനെ അനുഗ്രഹിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഏശാവ് വേട്ടമൃഗവുമായി തിരിച്ചെത്തി. ഭക്ഷണം പാകം ചെയ്ത് ആ ഇറച്ചിയുമായി അപ്പൻ്റെ അടുത്തെത്തി. അപ്പനെ വിളമ്പി, അപ്പനെ തീറ്റിച്ചു, അപ്പൻ്റെ അനുഗ്രഹം ചോദിച്ചു. അപ്പോൾ അപ്പൻ മകനോട് ചോദിച്ചു, നീ ആരാ? മകൻ പറഞ്ഞു, നിൻ്റെ കടിഞ്ഞൂൽ പുത്രനായ ഏസാവാണ് ഞാൻ. അപ്പന് കൺഫ്യൂഷനായി, ആശയക്കുഴപ്പമായി. അപ്പോൾ മുമ്പേ ഒരുത്തം വന്നല്ലോ, അതാരാ? ഞാനവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഏസാവിന് കരിമിടയെത്തി. അനുജനെ ചതിച്ചിരിക്കുന്നു. അവൻ അവിടെ ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് ഏസാവ് തന്നെത്താൻ പറഞ്ഞു, 2 തവണ അവനെന്നെ ചതിച്ചു. ഒന്ന്, പായസത്തിന് വേണ്ടി കടിഞ്ഞൂൽ അവകാശം തട്ടിയെടുത്തു. 2, ഇപ്പോൾ അപ്പൻ്റെ അനുഗ്രഹവും തട്ടിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവനെ ഞാൻ കൊല്ലും. ഈ തീരുമാനത്തിലേക്ക് ഏസാവ് വന്നു. ഏസാവ് അനുജനെ കൊല്ലാൻ പ്ലാനിടുന്നു എന്ന വിവരം അമ്മ റെബേക്ക കേട്ടു. ഉടനെ അമ്മ യാക്കോബിനോട് പറഞ്ഞു, ദൂരെ എൻ്റെ സഹോദരൻ ലാബാൻ താമസിക്കുന്നുണ്ട്. നീ ഇവിടെ നിന്നാൽ ചേട്ടൻ നിന്നെ കൊല്ലും. അതുകൊണ്ട് നീ എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളുക. ചേട്ടൻ്റെ കോപം അടങ്ങിക്കഴിയുമ്പോൾ വേറെ ആൾ വിട്ട് നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം. അപ്പോൾ നീ വന്നാൽ മതി. അങ്ങനെ അമ്മ മകനെ പറഞ്ഞയച്ചു. യാക്കോബ് ലാബാൻ്റെ അടുത്തേക്ക് പോയി. ലാബാൻ്റെ വീട്ടിൽ ലാബാന് 2 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. മൂത്തവള് ലയ, ഇളയവള് റാഹേൽ. റാഹേലായിരുന്നു കൂടുതൽ സുന്ദരിയായിട്ട്. റാഹേലിനെ യാക്കോബിന് ഇഷ്ടപ്പെട്ടു. യാക്കോബ് ലാബാനോട് പറഞ്ഞു, അവളെ എനിക്ക് ഭാര്യയായി തരാമെങ്കിൽ 7 കൊല്ലം ഒരു പ്രതിഫലവും പറ്റാതെ നിനക്ക് ഞാൻ ജോലി ചെയ്തു കൊള്ളാം. ലാബാൻ അത് സമ്മതിച്ചു. അങ്ങനെ 7 കൊല്ലം പ്രതിഫലമില്ലാതെ യാക്കോബ് ലാബാൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ ജോലി ചെയ്തു. 7 കൊല്ലം കഴിഞ്ഞപ്പോൾ യാക്കോബ് ലാബാനെ കാര്യം ഓർപ്പിച്ചു, ആളെ വിവാഹം ചെയ്ത് തരുന്ന കാര്യം. ലാബാനുടനെ വീട്ടിൽ ഒരു വലിയ സദ്യ ഉണ്ടാക്കി, വിവാഹ സദ്യ ഒരുക്കി, ആളുകളെ വിളിച്ചു സൽക്കരിച്ചു. എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു. രാത്രിയായപ്പോൾ യാക്കോബ് കിടക്കുന്ന മുറിയിലേക്ക് അദ്ദേഹം ഇളയ മകൾ റാഹേലിനെ വിടുന്നതിന് പകരം മൂത്ത മകൾ ലയായെയാണ് പറഞ്ഞയച്ചത്. എന്നിട്ട് അവർ 2 പേരും കൂടി ആ രാത്രിയിൽ ഒന്നിച്ചു കഴിഞ്ഞു. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് തൻ്റെ കൂടെ രാത്രിയിൽ കഴിഞ്ഞത്, ഭാര്യയെപ്പോലെ തൻ്റെ കൂടെ രാത്രിയിൽ കഴിഞ്ഞത് ഞാൻ ഉദ്ദേശിച്ച റാഹേൽ അല്ല, അവളുടെ ചേച്ചി ലിയ ആണ് എന്ന്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാൾ മുമ്പ് കണ്ണ് കാണാത്ത അപ്പനെ ചേട്ടൻ്റെ ഉടുപ്പ് ധരിച്ച് ശരീരത്തിൽ ആട്ടംതോലും വെച്ച് കെട്ടി ഈ യാക്കോബ് ചതിച്ചു. ഇപ്പോൾ ഇതാ 2 കണ്ണും കാണാവുന്ന യാക്കോബിനെ അദ്ദേഹത്തിൻ്റെ അമ്മാവനും മകളും കൂടി ചതിക്കുന്നു. കൊടുത്തത് തിരിച്ചു കെട്ടാൻ തുടങ്ങി. യാക്കോബ് അപ്പനിട്ട് കൊടുത്തത് യാക്കോബിന് തിരിച്ചു കെട്ടാൻ തുടങ്ങി. ലാബാനോട് യാക്കോബ് ചോദിച്ചു, നീ എന്തിനാ എന്നെ ചതിച്ചത്? ലാബാൻ പറഞ്ഞു, മൂത്തവളെ കെട്ടിക്കാതെ നിർത്തിയിട്ട് ഇളയവളെ കെട്ടിക്കുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല. നിനക്ക് ഇളയവളെ വേണോ? ഒരു കാര്യം ചെയ്യുക, നീ അടുത്ത 7 കൊല്ലം കൂടെ
കൂലിയില്ലാതെ എനിക്ക് പണി ചെയ്യും, അപ്പം ഞാൻ അവളെ തരാം. അങ്ങനെ യാക്കോബ് 7 കൊല്ലം കൂടി കൂലിയില്ലാതെ പണിയെടുത്തു. അങ്ങനെ റാഹേലിനെ ഭാര്യയായി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഒരു 6 കൊല്ലം കൂടി വീണ്ടും അവിടെ പണി ചെയ്തു. ആ കാലഘട്ടത്തിൽ യാക്കോബ് ലാബാനെ ചതിച്ച് സമ്പത്തുണ്ടാക്കി. അങ്ങനെ 20 കൊല്ലം കടന്നുപോയി. 20 കൊല്ലമായപ്പോൾ യാക്കോബ് ലാബാനോട് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകട്ടെ. ഏതായാലും ലാബാൻ അറിയാതെ യാക്കോബ് ഭാര്യമാരെയും മക്കളെയും എല്ലാം കൂട്ടി സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് റാഹേൽ ലാബാൻ്റെ കുറേ ദേവന്മാരുടെ വിഗ്രഹങ്ങളും കട്ടെടുത്തുകൊണ്ടാണ് പോയത്. ഇവർ പുറപ്പെട്ട വിവരം ലാബാൻ അറിഞ്ഞ് ലാബാൻ അവരുടെ പുറകെ ചെന്നു. അവരുടെ ഒപ്പം എത്തിക്കഴിഞ്ഞപ്പോൾ ലാബാൻ യാക്കോബിനോട് ഇങ്ങനെ ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? എന്നെ കബളിപ്പിച്ച് വാളാൽ നേടിയ തടവുകാരനെ പോലെ എൻ്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട്? എന്നെ കബളിപ്പിച്ച് എന്നോട് പറയാതെ ഒളിച്ചോടിയത് എന്തിനാണ്? ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുപാടി കിന്നരവും വീണയും വായിച്ച് നിങ്ങളെ യാത്രയയക്കുമായിരുന്നല്ലോ. എനിക്കെൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് അവസരം തരാതിരുന്നത് എന്തുകൊണ്ട്? എൻ്റെ കുലദേവന്മാരെ കട്ടത് എന്തിന്? ഈ ചോദ്യങ്ങൾക്ക് യാക്കോബ് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ പുത്രിമാരെ നിങ്ങൾ എൻ്റെ കൂടെ വിടില്ലെന്ന് ഞാൻ വിചാരിച്ചു. 20 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെയായിരുന്നു. അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ഗർഭചിത്രം ഉണ്ടാകാതെ ഞാൻ സംരക്ഷിച്ചു. അങ്ങയുടെ മുട്ടാടുകളെ ഞാൻ കൊന്നു തിന്നില്ല. കാട്ടുമൃഗങ്ങൾ കടിച്ചു കയറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നില്ല. ആ നഷ്ടം ഞാൻ തന്നെ വഹിച്ചു. രാത്രിയോ പകലോ കളവ് പോയവയ്ക്കും അങ്ങ് എന്നിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിരുന്നു. അതായിരുന്നു എൻ്റെ സ്ഥിതി. പകൽ ചൂടും രാത്രി തണുപ്പും എന്നെ കാർന്നു തന്നു. ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു. 20 കൊല്ലം ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു. 14 കൊല്ലം അങ്ങയുടെ 2 പെൺമക്കൾക്ക് വേണ്ടിയും 6 കൊല്ലം ആടുകൾക്ക് വേണ്ടിയും ഞാൻ ജീവിച്ചു. 10 തവണ അങ്ങ് എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തി. പ്രിയപ്പെട്ടവരെ, നോക്കണമേ, ചതിച്ച് കടിഞ്ഞൂലവകാശം തട്ടിയെടുത്തിയ യാക്കോബിന് വന്ന സ്ഥിതി. അന്യൻ്റെ വീട്ടിൽ പ്രതിഫലമില്ലാതെ 20 കൊല്ലം അടിമപ്പണി. കടിഞ്ഞൂലാവകാശം എവിടെ പോയി? അതിലൂടെ നേടിയ അനുഗ്രഹങ്ങൾ എവിടെ പോയി? ആനുകൂല്യങ്ങൾ എവിടെ പോയി? അതിലേക്ക് വീണ്ടും നമുക്ക് വരാം. ഏതായാലും അവിടെ വെച്ച് ലാബാനും യാക്കോബും ഒരു ധാരണയിലെത്തി, ഇനി പരസ്പരം ശല്യം ചെയ്യില്ല. അങ്ങനെ ഒരു കരാറുണ്ടാക്കി അവർ പിരിഞ്ഞു. ലാബാൻ്റെ വീട്ടിലേക്ക് പോയി, യാക്കോബും പരിവാരങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കും പോയി. പക്ഷേ യാത്ര മുന്നോട്ട് പോകുമ്പോൾ യാക്കോബിന് ഏസാവിനെ പേടിയായി. അവനെന്നെ കൊല്ലുമെന്ന് പറഞ്ഞതാണ്. തിരിച്ചു ചെല്ലുമ്പോൾ അവൻ എന്തായിരിക്കും എന്നോട് കാണിക്കുക? ഈ ഭയം കൊണ്ട് യാക്കോബ് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഏസാവിന് സമ്മാനം കൊടുക്കാനായിട്ട് കുറേ മൃഗങ്ങളെ കണ്ടുവച്ചു. ആ ലിസ്റ്റ് ഞാൻ പറയാം. 200 പെൺകോലാടുകൾ, 200 ആൺകോലാടുകൾ, 200 പെണ്ണാട്, 20 മുട്ടാട്, 30 കറവയുള്ള ഒട്ടകങ്ങളും അവയുടെ കുട്ടികളും, 40 പശു, 10 കാള, 20 പെൺകഴുത, 10 ആൺകഴുത. ഒരുപക്ഷെ നമുക്ക് ഇന്ന് അത് മനസ്സിലാക്കാൻ വിഷമമായിരിക്കും. പക്ഷെ അന്ന് സമ്പത്ത് എന്ന് പറയുന്നത് മൃഗങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വിധത്തിലൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചത്. ഈ മൃഗങ്ങളെ കൊടുക്കാൻ തീരുമാനിച്ചു. അതാ 1. 2, യാക്കോബ് ഏസാവിനെ കാണുന്നതിന് മുമ്പ് ഏസാവിൻ്റെ അടുത്ത് ചെന്ന്
ദയ കാണിക്കാൻ അപേക്ഷിക്കാൻ വേണ്ടി യാക്കോബ് ഏസാവിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. മൂന്നാമത് ഏസാവ് പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി യാക്കോബ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് യാക്കോബ് തല ഉയർത്തി നോക്കുമ്പോൾ ഏസാവ് 400 ആളുകളുടെ അകമ്പടിയോടുകൂടി തൻ്റെ നേരെ വരുന്നത് കണ്ടത്. യാക്കോബിന് പേടിയായി. അവൻ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ വരുന്നതാണ്. അതുകൊണ്ട് യാക്കോബ് 7 തവണ കുനിഞ്ഞ് കുമ്പിട്ട് ഏസാവിൻ്റെ മുമ്പിലെത്തി. എന്താ ചെയ്യാമെന്ന് അറിയത്തില്ല. പക്ഷെ ഏസാവ് പെട്ടെന്ന് വന്ന് യാക്കോബിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്തത്. കൊല്ലുകയല്ല ചെയ്തത്, കരയുകയാണ് ചെയ്തത്. 2 പ്രധാന കാര്യങ്ങളിൽ തന്നെ ചതിച്ച അനുജനെ കെട്ടിപ്പിടിച്ച് ഈ ചേട്ടൻ കരയുകയാണ്. നിന്നോട് തെറ്റ് ചെയ്തവരോട് 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് യേശുക്രിസ്തു പറയുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാവം ഏസാവ് അത് നടപ്പാക്കിയെന്ന് നമ്മൾ ഓർക്കുക. യാക്കോബ് തുടർന്ന് ഏസാവിനെ യജമാനനെന്ന് വിളിച്ചു, തന്നെ വൃദ്ധനെന്നും വിളിച്ചു. ഓർക്കണം, കടിഞ്ഞൂൽ അവകാശം തട്ടിയെടുത്തതോടുകൂടി യാക്കോബ് യജമാനനായതാണ്, ഏസാവ് വൃദ്ധനുമായതാണ്. പക്ഷേ ഇവിടെ ഈ കടിഞ്ഞൂൽ അവകാശം തട്ടിയെടുത്തവൻ തന്നെ ആരിൽ നിന്ന് തട്ടിയെടുത്തോ അവനെ വീണ്ടും യജമാനെന്ന് വിളിക്കുന്നു, തന്നെ ദാസനെന്നും വിളിക്കുന്നു. വീണ്ടും ചതിച്ചതുകൊണ്ട് ഒരു ഗുണവും കിട്ടിയില്ല. യാക്കോബ് സമ്മാനങ്ങൾ കൊടുത്തു. അപ്പോൾ ഏസാവ് ഒരു സമ്മാനവും വാങ്ങിയില്ല. പകരം ഇങ്ങനെ ഒരു മറുപടിയാണ് പറഞ്ഞത്: സഹോദര, എനിക്ക് ഇവയെല്ലാം വേണ്ടത്ര ഉണ്ട്, നിൻ്റേത് നീ എടുത്തുകൊള്ളുക. അപ്പം പിണക്കം കൊണ്ടല്ല, ശത്രുത കൊണ്ടല്ല, വാശി കൊണ്ടല്ല വാങ്ങാതിരുന്നത്. എനിക്കെല്ലാം ആവശ്യത്തിനുണ്ട്, എനിക്കത് മതി, നിൻ്റേത് നീ എടുത്തു. ആർത്തി കാണിച്ചില്ല. നോക്കണേ, ആർത്തി കാണിച്ച യാക്കോബ് ഒരു വശത്ത്, ചതിക്കപ്പെട്ടവൻ ഇപ്പുറത്ത്. ഈ ചതിക്കപ്പെട്ടവരെ ദൈവം അനുഗ്രഹിച്ചു. ഏസാവിനെ ദൈവം അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് സമ്പത്ത് നൽകി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇവയെല്ലാം വേണ്ടത്ര ഉണ്ട്. ആര് ചതിച്ചാലും ദൈവം കൂടെ നിന്നാൽ, ദൈവം അനുഗ്രഹിച്ചാൽ നമുക്കത് മതി. അവിടെ നമുക്ക് ഐശ്വര്യമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള പ്രശ്നമാണിത്. നമ്മളെ ചതിച്ചവരിലേക്കും കാല്യവാരിയവരിലേക്കൊക്കെ നമ്മൾ നോക്കിയിരിക്കും. പരാതിയും സങ്കടവും ആവലാതിയായിട്ടിരിക്കും. പരാതിയും കേസുമായിട്ട് നടക്കും, കോടതി കയറി നടക്കും. ഒരു ഗുണവുമില്ല, 2 കൂട്ടർക്കും ഗുണമില്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടച്ച് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ ഏസാവിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും അനുഗ്രഹിക്കുമെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഇനി ഈ സംഭവങ്ങളെല്ലാത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ചില ഉൾക്കാഴ്ചകളെപ്പറ്റി ഞാൻ പറയാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. യാക്കോബ് ചേട്ടനെ ചതിച്ചു, കടിഞ്ഞൂൽ അവകാശം തട്ടിയെടുത്തുകൊണ്ട്. യാക്കോബ് അപ്പനെ ചതിച്ചു, അനുഗ്രഹം തട്ടിയെടുത്തുകൊണ്ട്. യാക്കോബ് ചേട്ടനെ ചതിച്ചു, അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട്. യാക്കോബ് ലാബാനെ ചതിച്ചു, സമ്പത്ത് കൂട്ടി. ഇസഹാക്കിൻ്റെ ഭാര്യ റബേക്ക കണ്ണ് കാണാത്ത സ്വന്തം ഭർത്താവിനെ ചതിച്ചു. റബേക്ക മൂത്ത മകനെ ചതിച്ചു. റബേക്ക ഇളയ മകനോട് പ്രത്യേക സ്നേഹം കാണിച്ചു. ആ മകന് വേണ്ടി ഭർത്താവിനെയും മൂത്ത മകനെയും വഞ്ചിച്ചു. ചേട്ടൻ്റെ കോപം അടങ്ങുമ്പോൾ ആളുപെട്ട് യാക്കോബിനെ വിളിപ്പിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് യാക്കോബിനെ പറഞ്ഞയച്ചത്. പക്ഷേ ഓർക്കണം, 20 കൊല്ലം കഴിഞ്ഞിട്ടും, ഓർക്കണം, 20 കൊല്ലം കഴിഞ്ഞിട്ടും ഈ അമ്മ ആ വാക്ക് പാലിച്ചില്ല. ഈ മകൻ്റെ അടുത്തേക്ക് ആരെയും പറഞ്ഞയച്ചില്ല, അവനെ തിരിച്ച് വിളിപ്പിച്ചില്ല.
അമ്മ പോലും ആ വാക്ക് തെറ്റിച്ചു. പക്ഷേ നമ്മൾ ഒന്നുകൂടെ ഓർക്കണം, ഈ ചതിച്ചതിന് ശേഷം ഈ റബേക്കയെ പറ്റി പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ യാതൊരു ബൈബിൾ പരാമർശനവുമില്ല. എല്ലാവരും അവരെ മറന്നു, കൈവിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കടിഞ്ഞൂലവകാശം ചതിച്ചു വാങ്ങിയ യാക്കോബിന് അതിൻ്റെ ഒരു നന്മയും കിട്ടിയില്ല. അദ്ദേഹത്തിന് വീട് വിടേണ്ടി വന്നു. 20 കൊല്ലം അമ്മാവന് അടിമയെപ്പോലെ പണി ചെയ്യേണ്ടി വന്നു. ചേട്ടനെ യജമാനെന്നും തന്നെത്താൻ ദാസനെന്നും വിളിക്കേണ്ടി വന്നു. പറഞ്ഞ കൂലി കൊടുക്കാതെ ലാബാൻ യാക്കോബിനെ 10 തവണ വഞ്ചിച്ചു. അനുജത്തെ കാണിച്ച് ചേട്ടത്തെ ഭാര്യയായി കൊടുത്തു. അപ്പനെയും ചേട്ടനെയും ചതിച്ചത് മുതൽ യാക്കോബിന് നിരന്തര സഹനങ്ങളായിരുന്നു. വീട് വിടേണ്ടി വന്നു. കുടുംബസ്വത്ത് കിട്ടിയില്ല. 20 കൊല്ലം കൂലിവേല ചെയ്തു. പായസം കൊടുത്ത് കടിഞ്ഞൂലവകാശം വാങ്ങിയ യാക്കോബിന് പിന്നീട് ഭക്ഷണം വാങ്ങാൻ വേണ്ടി മക്കളെ ഈജിപ്തിലേക്ക് അയക്കേണ്ടി വന്നു. ചേട്ടൻ്റെ നല്ല വസ്ത്രം ധരിച്ച് ആട്ടിൻതോലും വെച്ച് കെട്ടി യാക്കോബ് അന്ധനായ അപ്പനെ ചതിച്ചു. ആ യാക്കോബിൻ്റെ മക്കൾ ആടിനെ കൊന്ന് ആടിൻ്റെ രക്തത്തിൽ ജോസഫിൻ്റെ ഉടുപ്പ് മുക്കി അടുത്തു വന്ന് പറഞ്ഞ് ജോസഫിനെ കാട്ടുമൃഗം പിടിച്ചു തിന്നു. അങ്ങനെ അപ്പനെ തിരിച്ചു ചതിച്ചു. യാക്കോബ് കൊടുത്ത ഒരു സമ്മാനവും ഏസാവ് വാങ്ങിയില്ല. അത് യാക്കോബിന് നാണക്കേടായി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സ്വാർത്ഥത, ചതി കാണിച്ച എല്ലാവർക്കും അത് വിനയായി. റബേക്കയ്ക്ക് ഗുണം കിട്ടിയില്ല, യാക്കോബിന് ഗുണം കിട്ടിയില്ല. ചതിച്ചവർക്കൊക്കെ നഷ്ടക്കച്ചവടമായിപ്പോയി. താൻ ചെയ്ത തെറ്റുകൾ എത്ര കൂടുതലായി യാക്കോബിനെ തിരിച്ചടിച്ചു. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ കൊടുക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടും, അതിൽ കൂടുതലും കിട്ടും. രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തോബിത്തിൻ്റെ പുസ്തകമാണ്. തോബിത്ത് അദ്ദേഹം ചെയ്ത ഒരുപാട് നന്മകളെപ്പറ്റി പറയുന്നുണ്ട്. ജീവിതത്തിൽ സത്യവും നീതിയും ഉപേക്ഷിച്ചില്ല. ധാരാളം പരോപകാരം ചെയ്തു. കുടുംബക്കാരെല്ലാം വിഗ്രഹാരാധന നടത്തിയപ്പോൾ അതിൽ കൂടാതെ നിന്നു. ആദ്യഫലം, ദശാംശം എന്നിവയെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. മരിച്ച അനാഥരെ അടക്കിക്കൊണ്ടിരുന്നു. വിഗ്രഹങ്ങൾ കൽപ്പിച്ച ഭക്ഷണം കഴിക്കാതിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയെന്ന് മനസ്സ് സൂക്ഷിച്ചു. നാട്ടുകാർക്ക് വളരെ ഉപകാരം ചെയ്തു. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തു. വഴിയിൽ കിടന്ന മൃതശരീരങ്ങളെടുത്ത് സംസ്കരിച്ചു. രാജാവ് അതറിഞ്ഞപ്പോൾ ഒളിച്ചോടേണ്ടി വന്നു. രാജാവ് വസ്തുവകൾ കണ്ടുകെട്ടി. ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കുരുവിക്കാഷ്ടം വേണ്ട കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. അതും ഒരു മൃതസംസ്കാരം നടത്തിയിട്ട് വീട്ടിൽ വന്ന് ഉമ്മറപ്പടിയിൽ കിടക്കുമ്പോൾ മുകളിലിരുന്ന കുരുവി കാഷ്ടിച്ച് കണ്ണിൻ്റെ കാഴ്ച പോയി. ഒത്തിരി നന്മ ചെയ്ത ഒരു മനുഷ്യനുണ്ടായ ദുരന്തങ്ങളാണ്. എന്നാൽ നമ്മൾ തുടർന്ന് വായിക്കുന്നു, ദൈവം പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ സൽപ്രവൃത്തികൾ കണ്ട ദൈവം അദ്ദേഹത്തെയും കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു മാലാഖയെ അയക്കുകയാണ്, റഫായേൽ മാലാഖ. ആ മാലാഖയുടെ ഇടപെടലിലൂടെ ഇദ്ദേഹത്തിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. മകന് നല്ല വിവാഹം നടന്നു കിട്ടി. ഉപദ്രവിച്ചിരുന്ന ദുഷ്ടാരൂപിയെ ബഹിഷ്കരിച്ചു. അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു പര്യവസാനത്തിലേക്ക് ആ കഥ പോവുകയാണ്. അപ്പോൾ ചതിച്ചവൻ പ്രശ്നങ്ങളിലേക്ക് പോണു. നന്മ ചെയ്തവൻ ആദ്യം ദുഃഖമുണ്ടായെങ്കിൽ അതെല്ലാം ദൈവം നന്മയാക്കി മാറ്റുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. തിന്മ ചെയ്യാതിരിക്കാനും നന്മകൾ ചെയ്യാനും വളരെയധികം ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തവരാണല്ലോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ. ദൈവമേ, മറ്റുള്ളവർക്ക് തിന്മ പരത്തുന്ന പ്രവൃത്തികൾ ചെയ്തത് ക്ഷമിക്കണമേ. മറ്റുള്ളവർക്ക് നന്മയുണ്ടാക്കുവാനും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും അനുഭവിച്ച സഹനങ്ങളെ അവിടുന്ന് ഓർക്കണമേ. തോബത്തിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. റബേക്കയെപ്പോലെ കുടുംബത്തെ ഭിന്നിപ്പിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കണമേ. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നവരായി അതിനായി പരിശ്രമിക്കുന്നവരുമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.